ഹായ്. അപ്പൊ എല്ലാവർക്കും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് തിരുവിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൈക്രോബയോളജിയിലെ ഒരു ടോപ്പിക്കായ ഇമ്മ്യൂണിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് ബ്രീഫ് നോക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ. ഇമ്മ്യൂണിറ്റി ഇസ് ദ ബോഡീസ് നാച്ചുറൽ എബിലിറ്റി ടു പ്രൊട്ടക്ട് ഇറ്റ്സെൽഫ് ഫ്രം ഡിസീസസ്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ തന്നെ ഒരു നാച്ചുറൽ എബിലിറ്റിയാണ് ഡിസീസസ് നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു എക്സ്ട്രാ ഒന്നും ഇല്ലാതെ നമ്മുടെ ബോഡി തന്നെ ഡിസീസസിൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ബോഡിയുടെ എബിലിറ്റിനെയാണ് ബേസിക്കലി ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ് സച്ച് ആസ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. ബാക്ടീരിയ, വൈറസ്, ഫംഗൈ പോലെയുള്ള എല്ലാ എന്താ പറയാ പാരസൈറ്റ്സ് ഇതുപോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഡിഫെൻഡ് ചെയ്യുന്നതും ഈ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റിയാണ്. ഇറ്റ് പ്രിവെന്റ്സ് പാത്തജൻസ് ഫ്രം എൻറ്ററിങ് ദ ബോഡി ആൻഡ് ഡിസ്ട്രോയ്സ് ദെം ഇഫ് ദേ ഇൻവേഡ്. നമ്മുടെ ബോഡിയിലേക്ക് സപ്പോസ് ഇപ്പോൾ ഒരു പാത്തജൻ ഇൻവേഡ് ചെയ്യാനാണ് നമ്മുടെ ബോഡിയിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് ഇമ്മ്യൂണിറ്റിയുടെ പേർപ്പസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഡാമേജ് ആയ ടിഷ്യൂനെ, നമുക്ക് ഇൻഫെക്ഷൻ കാരണം ഡാമേജ് ചെയ്യുന്ന ടിഷ്യൂനെ റിപ്പയർ ചെയ്യാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ ഒരു ഹ്യൂമണിനെ സർവൈവ് ചെയ്യാൻ ഇമ്മ്യൂണിറ്റി ഭയങ്കര എസെൻഷ്യൽ ആണ്. അതാണ് ഈ ഇൻട്രൊഡക്ഷൻ പോയിന്റിൽ പറയുന്നത്. It helps repair tissue damage caused during infections. It is essential for survival because humans are constantly exposed to microbes. ഇത്രയാണ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഇമ്മ്യൂണിറ്റിയുടെ റോൾ എന്ന് നോക്കാം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ റോൾ എന്താണ്? ഇറ്റ് വർക്ക്സ് ത്രൂ ഫിസിക്കൽ ബാരിയേഴ്സ്, കെമിക്കൽ സബ്സ്റ്റൻസസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഇമ്മ്യൂൺ സെൽസ്. ഈ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്നതാണ് ഫിസിക്കൽ ബാരിയേഴ്സ്, chemical substances, and specialized immune cells. It recognizes and destroys foreign particles. ഇപ്പം ഓരോ ഫോറിൻ പാർട്ടിക്കിൾസും അല്ലെങ്കിൽ ഓരോ പാത്തജനും ഓരോ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബാരിയേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം യൂസ് ചെയ്യുന്നത് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളോ അല്ലെങ്കിൽ പാത്തജനോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ ഫോറിൻ പാർട്ടിക്കിളിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്നത്. ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോർഡിനേറ്റഡ് റെസ്പോൺസ് ടു കീപ് ദ ബോഡി പ്രൊട്ടക്റ്റഡ്. നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർഡിനേറ്റഡ് റെസ്പോൺസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ബിഗ് റോൾ ഉണ്ട്. ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഒരു എക്സാമ്പിൾസ് ആണ് ഒരു ഇമ്മ്യൂണിറ്റിനെ കൊണ്ട് ഒരു ബേസിക് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. സ്കിൻ ആണ് ഫിസിക്കൽ ബാരിയറിന് ഒരു ബേസിക് എക്സാമ്പിൾ. ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ഔട്ടർ ഷീൽഡ്. സ്കിൻ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഔട്ടർ ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യും. ലൈക്ക് എന്താ പറയാ, അത്ര പെട്ടെന്നൊന്നും സ്കിൻ ത്രൂ ബാക്ടീരിയാസ് ഒന്നും ഉള്ളിലോട്ട് കയറില്ല, അതിന് നമ്മുടെ ബോഡിയിലോട്ട് കയറില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ടർ ഷീൽഡ് ആണ് സ്കിൻ. പിന്നെയുള്ളതാണ് ടിയേഴ്സ്, സലൈവ. ഈ ടിയേഴ്സ്, സലൈവ എന്ന് പറയുന്നത് കെമിക്കൽ ബാരിയേഴ്സിൽ പെട്ടതാണ്. ഇതിൽ ലൈസോസൈം എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ട്. ബാക്ടീരിയയെ ഡിസ്ട്രോയ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ ടിയേഴ്സിലും സലൈവയിലും ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ഇതാണ് ബാക്ടീരിയനെ നശിപ്പിക്കുന്നത്. ഇനി മ്യൂക്കസ് മെംബ്രെയിൻ. ഇറ്റ് ഈസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കൽ പ്ലസ് കെമിക്കൽ ബാരിയറിന്റെ ഒരു കോമ്പിനേഷൻ ആണ് മ്യൂക്കസ് മെംബ്രെയിൻസ്. ഈ മ്യൂക്കസ് മെംബ്രെയിൻ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നോസിലും അങ്ങനെ ഓരോ ഇന്നർ ഓർഗൻസിലൊക്കെ ഉള്ളതാണ് മ്യൂക്കസ് മെംബ്രെയിൻ. ഈ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡസ്റ്റ് അതുപോലത്തെ മൈക്രോബ്സ്, ഫോറിൻ പാർട്ടിക്കിൾസിനെ ട്രാപ്പ് ചെയ്യും, നമ്മുടെ ബോഡിയിലോട്ട് കടത്തി വിടാണ്ട്. ഇത് എന്താണ് റെസ്പിറേറ്ററി ട്രാക്ക് ഡിഫറൻസസ്. എയർ ലൈക്ക് സീലിയ പുഷ് ട്രാപ്പ് മൈക്രോബ്സ് ഔട്ട് ഓഫ് ദി എയർവേ. നമ്മുടെ എയർവേയിലുള്ള ഹെയർ ലൈക്ക് ആയിട്ടുള്ള സീലിയ, ഈ സീലിയാണ് മൈക്രോബ്സിനെ പുറത്തോട്ട് പുഷ് ചെയ്ത് വിടുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ ആണ് സ്റ്റൊമക് ആസിഡ്. ഹൈലി അസിഡിക് ഗ്യാസ്ട്രിക് ജ്യൂസസ് കിൽസ് പാത്തജൻസ് ടേക്കൻ ത്രൂ ഫുഡ്. നമുക്കറിയാം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടൈപ്പ് ഓഫ് പാത്തജൻസ് ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിനെ ഹൈലി അസിഡിക് ആയിട്ടുള്ള നമ്മുടെ വയറ്റിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസസ് ആണ് ഇതിനെ നശിപ്പിക്കുന്നത്. ഇത് ഇത്രയും ഒരു എക്സാമ്പിൾസ് ആണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഫിസിക്കൽ കെമിക്കൽ ബാരിയേഴ്സിനും പിന്നെ പല ടൈപ്പ് ഓഫ് എന്താ പറയാ എക്സാമ്പിൾ ആണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്, അതായത് ബാരിയേഴ്സ്. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ബാരിയേഴ്സ് ആണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സ്കിൻ ആണ് ഒരു ഫിസിക്കൽ ബാരിയർ വരുന്നതാണ് സ്കിൻ. അപ്പം സ്കിൻ ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ഫിസിക്കൽ ബാരിയർ. Here, saliva, sweat contain antimicrobial substances. Mucous membranes trap and prevent entry of microbes in respiratory and digestive tracts. These barriers stops pathogens from entering the body. So, first line of defense എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് സ്കിൻ, ടിയർ, സലൈവ, സ്വെറ്റ്, മ്യൂക്കസ് മെംബ്രെയിൻ.
ഇത് ഇത്രയും ആണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിൽ വരുന്നത്. ഈ ബാരിയേഴ്സ് നമ്മുടെ ബോഡിയിലോട്ട് പാത്തജൻ എൻ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. ഇനി വരുന്നതാണ് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ്. സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് വെൻ പാത്തജൻസ് ക്രോസ് ദ ഫസ്റ്റ് ബാരിയർ. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ബാരിയർ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്കിൻ അല്ലെങ്കിൽ മ്യൂക്കോസ് മെംബ്രെയിൻ, ഇത് ഒക്കെ ഈ ബാരിയർ ഒക്കെ ക്രോസ് ചെയ്തിട്ട് പാത്തജൻ കയറുമ്പോഴാണ് ഈ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ആക്ടിവേറ്റ് ആവുന്നത്. ഇതിൽ വരുന്നത് ബോഡി ഫ്ലൂയിഡ്സ് ലൈക്ക് ബ്ലഡ് ആൻഡ് ലിംഫ്, ഇൻഫ്ലാമറ്ററി റെസ്പോൺസ്, phagocytic cells that engulf microbes, protective proteins and chemical mediators. ഇതിലിപ്പം ബോഡി ഫ്ലൂയിഡ്സ് ലൈക്ക് ബ്ലഡ് ആൻഡ് ലിംഫ് എന്ന് പറഞ്ഞതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള കോംപ്ലിമെന്റ് പ്രോട്ടീൻസ് ഉണ്ടാവും. നമ്മുടെ ബ്ലഡിൽ കുറച്ച് കോംപ്ലിമെന്റ് പ്രോട്ടീൻസ് ഉണ്ടാവും. ഇത് ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇൻഫ്ലാമറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം ഒരു സ്വെല്ലിങ്ങോ റെഡ്നെസ്, ഇപ്പോൾ ഒരു കയ്യിൽ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള റെഡ്നെസ് ആൻഡ് സ്വെല്ലിങ്, ഈ റെഡ്നെസ് ആൻഡ് സ്വെല്ലിങ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ഉണ്ടാവുമല്ലോ, ഈ ഇമ്മ്യൂൺ സെൽസ് ആ റെഡ്നെസ് ആൻഡ് സ്വെൽസിലോട്ട് വന്നിട്ട് അവിടെയുള്ള ജേംസിനെ നശിപ്പിക്കും. ഇതൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എങ്ങനെയാണ്, അല്ലെ അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് ഫാഗോസൈറ്റിക് സെൽസ് ദാറ്റ് എൻഗൾഫ് മൈക്രോബ്സ്. ഇപ്പൊ നമുക്കറിയാം വൈറ്റ് ബ്ലഡ് സെൽസ്, നമുക്ക് ഒരു വൂണ്ടിൽ നമ്മൾ കാണുന്ന ഒരു പസ് ടൈപ്പ് സാധനം ഉണ്ടാവും, അതാണ് വൈറ്റ് ബ്ലഡ് സെൽസ്. അത് ന്യൂട്രോഫിൽസ് ആണ്. അത് നമ്മുടെ ബാക്ടീരിയനെ എന്താ പറയുക എൻഗൾഫ് ചെയ്യും. അതാണ് ഈ ഫാഗോസൈറ്റിക് സെൽസ് ദാറ്റ് എൻഗൾഫ് മൈക്രോബ്സ് എന്ന് പറയുന്നത്. അത് വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻ എ പസ്, ഒരു ഇൻഫെക്റ്റഡ് വൂണ്ടിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് ന്യൂട്രോഫിൽസ് ആണ്. അതെന്താണ് ഈ ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്യും. അതാണ് ഫാഗോസൈറ്റിക് സെൽസ് ദാറ്റ് എൻഗൾഫ് മൈക്രോബ്സ് എന്ന് പറയുന്നത്. അതിന്റെ പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻസ് ആൻഡ് കെമിക്കൽ മീഡിയേറ്റേഴ്സ്, ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫീവർ, പനി വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും. ഈ പനി കെമിക്കൽ മീഡിയേറ്റേഴ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻസിൽ നമുക്കൊരു ബേസിക് എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഇതിപ്പം എന്താ പറയാ, ഒരു പനി വരികയാണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്താ ഈ വൈറൽ ഗ്രോത്ത് കുറയും ബേസിക്കലി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്. ഈ മെക്കാനിസംസ് ഒക്കെ എന്താണ് ഇൻഫെക്ഷനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യുകയും അതിന്റെ സ്പ്രെഡിങ് ഒന്ന് ലിമിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാ നമ്മൾ പറഞ്ഞാണ്, ഇതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതാ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ബോഡി ഫ്ലൂയിഡ്സ്, കോംപ്ലിമെന്റ് പ്രോട്ടീൻസ് ഇൻ ദ ബ്ലഡ് ഹെൽപ്പ് ഡിസ്ട്രോയ് ബാക്ടീരിയ, ഇൻഫ്ലാമറ്ററി റെസ്പോൺസ്, റെഡ്നെസ് ആൻഡ് സ്വെല്ലിംഗ് അറൌണ്ട് ദ കട്ട്, ദിസ് അട്രാക്ട്സ് ഇമ്മ്യൂൺ സെൽസ് ടു കിൽ ജേംസ്. ഫാഗോസൈറ്റിക് സെൽസിൽ വരുന്നതാണ് ന്യൂട്രോഫിൽസ് ആൻഡ് മാക്രോഫേജസ്. White blood cells in a pus, such an infected wound are neutrophils that have eaten the bacteria. ഇത് ഇത്രയും എന്താ സെക്കൻഡ് ലൈൻ ഡിഫൻസിന്റെ ഒരു എക്സാമ്പിളും സെക്കൻഡ് ലൈൻ ഡിഫൻസിൽ വരുന്ന സംഭവങ്ങളും അതിന്റെ എക്സാമ്പിൾസും ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഫീവറിന്റെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത് ആന്റി വൈറൽ പ്രോട്ടീൻസ് ആണ്. Interferons are produced when a person gets a viral infection like hepatitis or influenza. Influenza or hepatitis പോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആന്റി വൈറൽ പ്രോട്ടീൻ ആണ് ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആന്റി വൈറൽ പ്രോട്ടീൻ ആണ് ഇന്റർഫെറോൺസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ടോപ്പിക് ആണ് ഓർഗൻസ് ഇൻവോൾവ് ഇൻ ഇമ്മ്യൂണിറ്റി. ഏതൊക്കെ ഓർഗൻസ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ ഉള്ളത്? ഇമ്മ്യൂണിറ്റിയുടെ ലിംഫറ്റിക് സിസ്റ്റം പ്ലേസ് എ മേജർ റോൾ. നമുക്കറിയാം ലിംഫറ്റിക് സിസ്റ്റം ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഒരു മേജർ റോൾ ഈ ലിംഫറ്റിക് സിസ്റ്റത്തിനുണ്ട്. അതിൽ കീ കമ്പോണൻസ് എന്ന് പറയുന്നത് ലിംഫ് നോഡ്സ്. ഇറ്റ് ഫിൽറ്റർ ഹാർംഫുൾ സബ്സ്റ്റൻസസ്. ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഈ ലിംഫ് നോഡ് എന്താണ് ഫിൽറ്റർ ചെയ്യും. സ്പ്ലീൻ റിമൂവ്സ് ഡാമേജ് ബ്ലഡ് സെൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ഫ്രം ബ്ലഡ്. ബ്ലഡിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെയും ഡാമേജ് ആയിട്ടുള്ള ബ്ലഡ് സെൽസിനെയും കളയുന്നത് സ്പ്ലീൻ ആണ്. ടോൺസിൽസ് പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ എൻറ്ററിങ് ത്രൂ മൗത്ത് ആൻഡ് നോസ്. നോസിലൂടെയും മൗത്തിലൂടെയും എൻറ്റർ ചെയ്യുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പാത്തജൻസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ടോൺസിൽസ് ആണ്. ബോൺ മാരോ, നമുക്കറിയാം ബോൺ മാരോ എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൺ മാരോ ആണ്. പിന്നെ തൈമസ് ഗ്ലാൻഡ്, മെച്ചുറേഷൻ ഓഫ് ഇമ്മ്യൂൺ സെൽസ്. ഈ ബോൺ മാരോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂൺ സെൽസിനെ മെച്ചുറേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് തൈമസ് ഗ്ലാൻഡ്സ് ആണ്. ഈ ഇത്രയും ഓർഗൻസും അതിന്റെ എന്താണ് അതിന്റെ ഓരോന്നിന്റെയും കമ്പോണൻസും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ വരുന്നതാണ് ആന്റിജൻസ് ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ബോഡി ഐഡന്റിഫൈസ് സെൽഫ് സെൽസ് ആൻഡ് നോൺ സെൽഫ് ഫോറിൻ സബ്സ്റ്റൻസസ്.
Any foreign substance is called an antigen. നമുക്കറിയാം, നമ്മുടെ ബോഡിയിലല്ലാതെ അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മുടെ ബോഡിയിലോട്ട് കയറുന്ന പാത്തജൻസ് അല്ലെങ്കിൽ ഈവൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇതിനെ വരെ നമ്മൾ ആന്റിജൻ എന്നാണ് പറയുന്നത്. അപ്പൊ എനി ഫോറിൻ സബ്സ്റ്റൻസ് ഇസ് കോൾഡ് ആൻ ആന്റിജൻ. നമ്മുടെ ബോഡി സെൽഫ് സെൽസിനെയും നോൺ സെൽഫ് ഫോറിൻ സബ്സ്റ്റൻസിനെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മുടെ ബോഡിക്കുണ്ട്. ഈ ആന്റിജൻസ് ഇമ്മ്യൂൺ സെൽസിനെ ട്രിഗർ ചെയ്യും, എന്നിട്ട് അത് ആക്ടിവേറ്റ് ആയിട്ട് ഒരു ഡിഫൻസ് റെസ്പോൺസ് അവിടെ ഉണ്ടാവും. അതായത് ഇപ്പം നമ്മുടെ ബോഡിയിലോട്ട് ഒരു പാത്തജൻ അല്ലെങ്കിൽ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ കയറിയതിനു ശേഷം അതായത് ആന്റിജൻ, ഈ ആന്റിജൻ കയറുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ഉണ്ടാവില്ല. ഈ ഇമ്മ്യൂൺ സെൽസ് ആക്ടിവേറ്റ് ആയിട്ട് ഒരു ഡിഫൻസ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആന്റിജനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഫൻസ് റെസ്പോൺസ് ഉണ്ടാകുന്നത്. Some cells store memory of past infections, enabling faster response in future. നമുക്കറിയാം, ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ ചിക്കൻ പോക്സ്. നമുക്കറിയാം, ചിക്കൻ പോക്സ് വന്ന ഒരാൾക്ക് പിന്നെ കുറച്ച് കാലത്തേക്ക് ചിക്കൻ പോക്സ് വരില്ല. അതെന്താണ്, നമ്മുടെ ബോഡിയിലുള്ള അല്ല കുറച്ച് വർഷങ്ങൾ തൊട്ട് പിന്നെ വരില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ആദ്യം വന്ന അത്ര എഫക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലോട്ട് ഈ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി സെൽസ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട്. നമ്മുടെ സെൽസിന് ഒരു മെമ്മറി ഉണ്ടാവും. ലൈക്ക് എങ്ങനെ അതിന് അവിടെ ഒരു ആന്റിബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഇത് വരുന്ന സമയത്ത് ചിക്കൻ പോക്സ് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഫാസ്റ്റ് റെസ്പോൺസസ് ഈ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒരുവിധം കുറയും. അതാണ് ഇതിന്റെ പിന്നിലുള്ളത്. ആണ് ഇവിടെ പറഞ്ഞ പോയിന്റ്, സം സെൽസ് സ്റ്റോർ മെമ്മറി ഓഫ് പാസ്റ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ സെൽഫ് ആൻഡ് നോൺ സെൽഫ് നമ്മൾ പറഞ്ഞല്ലോ. സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ബ്ലഡ്, ഇതൊക്കെയാണ് സെൽഫ് സെൽസ്. നമ്മുടെ തന്നെ ബ്ലഡ് ആണ് സെൽഫ് സെൽസ്. ഇനി നോൺ സെൽഫ് എന്ന് പറയുമ്പോൾ ഈ കട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മുറിവിലൂടെയൊക്കെ എൻ്റർ ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ടാവുക, അതിനെയാണ് അല്ലെങ്കിൽ നോൺ സെൽഫ് ഫോറിൻ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ഇനി മെമ്മറി സെൽ നമ്മൾ പറഞ്ഞു, ഈ ചിക്കൻ ബോക്സ് ആ സംഭവമൊക്കെ വരുന്നത് ഒരു എക്സാമ്പിൾ ആട്ടോ ഈ മെമ്മറി സെൽസിന്റെ. ഇനി നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇമ്മ്യൂണിറ്റി. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇമ്മ്യൂണിറ്റിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ന്യൂട്രീഷൻ, വൈറ്റമിൻ, മിനറൽസ്, പ്രോട്ടീൻസ് സ്ട്രെങ്തൻസ് ഇമ്മ്യൂൺ സെൽസ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നല്ല ഫുഡ്, നല്ല ഭക്ഷണം കഴിക്കുന്നത്, എന്താണ് നല്ല വൈറ്റമിൻ, മിനറൽസ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പ്രോപ്പർ സ്ലീപ്സ് ഇംപ്രൂവ് ഇമ്മ്യൂൺ ഫംഗ്ഷൻ. ഇമ്മ്യൂണിറ്റി നമുക്കറിയാം, ഈ എന്താ പറയാ, ഉറക്കൊഴിയുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഭയങ്കര കുറച്ച് സമയത്തേക്ക് ഉറങ്ങുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര വീക്ക് ആയിരിക്കും. പെട്ടെന്ന് അസുഖം വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അതാണ് പ്രോപ്പർ സ്ലീപ്സ് ഇംപ്രൂവ്സ് ഇമ്മ്യൂൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഗുഡ് ഹൈജീൻ റിഡ്യൂസസ് എക്സ്പോഷർ ടു ജേംസ്. പിന്നെന്താ, നമ്മൾ ബേസിക് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം ജേംസിന് എക്സ്പോഷർ നമുക്ക് കിട്ടുന്നു അപ്പൊ അത്രയും വർക്ക്ഡ് അപ്പ് ആവും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പൊ നമുക്ക് ആ ജേംസ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ മാക്സിമം കുറയ്ക്കുക. അതായത് നമ്മൾ ഗുഡ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യണം. സ്ട്രെസ് ലെവൽസ് ഇൻഫ്ലുവൻസ് ഇമ്മ്യൂണിറ്റി. വാക്സിനേഷൻ പ്രിപ്പയർസ് ദ ബോഡി ടു ഫൈറ്റ് സ്പെസിഫിക് ഡിസീസസ് സേഫ്ലി. നമുക്കറിയാം, പല ഡിസീസസിനും നമ്മൾ ആ ഡിസീസ് വരുന്നതിന് മുന്നേ ഒരു പ്രിവെന്റീവ് മെഷർ ആയിട്ട് നമ്മൾ വാക്സിൻസ് എടുക്കുന്നുണ്ട്. ഈ വാക്സിൻസ് എടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന സ്പെസിഫിക് ഡിസീസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ എന്താ പറയുക, സ്പെസിഫിക് ഡിസീസസ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് അറിയാം ഏത് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യണം, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അതാണ് ഈ വാക്സിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ഗുഡ് ഇമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഇമ്മ്യൂണിറ്റി. ഇറ്റ് പ്രിവെന്റ്സ് ഫ്രീക്വന്റ് ഇൻഫെക്ഷൻസ് ആൻഡ് ഇൽനസ്, എൻഷുവേഴ്സ് ഫാസ്റ്റർ ഹീലിംഗ് ആൻഡ് റിക്കവറി, പ്രൊട്ടക്ട്സ് ദ ബോഡി ത്രൂ ഔട്ട് ലൈഫ് വിത്ത് ബോത്ത് ഇമ്മീഡിയറ്റ് ആൻഡ് ലോങ് ടേം ഡിഫൻസസ്. അപ്പം നമുക്കറിയാം, ഒരു ഗുഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നില്ലേ, അത് ഒരു ഇടയ്ക്കിടയ്ക്ക് അസുഖം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയത് കാരണമാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നത്. അപ്പോൾ ഈ നല്ലൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രീക്വന്റ് ഇൻഫെക്ഷൻസും ഇൽനെസ്സും ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്കിപ്പം എന്തെങ്കിലും വന്നാൽ തന്നെ പെട്ടെന്ന് ഹീൽ ചെയ്യാനും റിക്കവർ ചെയ്യാനും പറ്റും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആണെങ്കിൽ. പിന്നെ എന്താണ്, പ്രൊട്ടക്ട്സ് ദ ബോഡി ത്രൂ ഔട്ട് ലൈഫ്. അതായത് നമുക്ക് ലൈഫിൽ അങ്ങോളം വേണ്ട ഒരു സാധനമാണ് ഇമ്മ്യൂണിറ്റി. അപ്പൊ നമുക്ക് ഈ എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നതും അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പ്രോപ്പർ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിത്രയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. ഇത് ജസ്റ്റ് ഒരു ഇമ്മ്യൂണിറ്റി എന്താണെന്നുള്ളൊരു പാർട്ടാണ്. ഇമ്മ്യൂണിറ്റി എന്താണ്, അതിന്റെ ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിന്റെ വേരിയസ് എക്സാമ്പിൾസും, നമ്മൾ എന്താണ് റോൾ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, അതിൽ ഏതൊക്കെ ഇതാണുള്ളത്, ഫിസിക്കൽ ബാരിയർ, കെമിക്കൽ ബാരിയർ, പിന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബാരിയർ, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസും. പിന്നെ നമ്മൾ നോക്കിയത് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ്, ഏതൊക്കെ ബാരിയേഴ്സ് ആണ്, അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതും ഒന്ന് നോക്കണം. പിന്നെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ഉണ്ട്, അതിൽ എന്തൊക്കെയാണുള്ളതെന്നും അതിന്റെ എക്സാമ്പിൾസും നോക്കണം.
പിന്നെ ഇമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗൻസ്, അതായത് നമുക്ക് ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലിംഫാറ്റിക് സിസ്റ്റത്തിനാണ്. അപ്പൊ അതിലുള്ള കീ കമ്പോണൻസും അതെങ്ങനെയാണ് ഹാർംഫുൾ സബ്സ്റ്റൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതും, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്പ്ലീൻ ആണെങ്കിൽ ബ്ലഡ് സെൽസിനെയും മൈക്രോ ഓർഗാനിസത്തിനെയാണ്, ടോൺസിൽസ് എന്തിനാണ്, അതൊക്കെയാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ആന്റിജൻ ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസസ്. ഈ ആന്റിജൻ ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസസിൽ ആന്റിജൻ എന്താണെന്ന് അറിയണം. പിന്നെ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ആന്റിജൻ എന്താണ്, അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എങ്ങനെയാണ് നടത്തുന്നുള്ളത് ഒരു ബേസിക് ഐഡിയ വേണം ഇത് വെച്ചിട്ട്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇമ്മ്യൂണിറ്റിന്റെ എന്താണ് ഇമ്പോർട്ടൻസ്, ഇത് ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ച്. ഇത്ര പാടില്ല, പക്ഷെ ഇത് കുറച്ച് എന്താ പറയാ, മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അപ്പം ജസ്റ്റ് ഈ സ്ലൈഡ് വെച്ചൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പം താങ്ക് യു.